ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് മാറിയാൽ എൻ്റെ മൂത്തച്ഛനോട് ഓല് ചോദിക്കൂത്രേ, ഓള് സ്റ്റേജമ്മ പറയണ പോലെ തന്നെയാണോ? കേട്ടോ കേട്ടങ്ങള് കേട്ടോ? ബാക്കിലുള്ളവർ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓളെ സ്റ്റേജമ്മ പറയണ പോലെ തന്നെയാണോന്ന് ഇപ്പൊ കേട്ടില്ലേ? ആ, ഇളച്ചി പറയാ ഓളോടും ചോദിക്കുമല്ലോ. ഇളച്ചിനോടും എല്ലാവരും ചോദിക്കുന്നത് ഓള് സ്റ്റേജമ്മ പറയണ പോലെ തന്നെയാണോന്ന്. പ്രിയപ്പെട്ടവരെ, ഇക്കണ്ട് ഇവൻ കുറേ നേരമായി വീഡിയോ കൊണ്ട് നടക്കണ് ഇല്ലേ? പറയണതൊക്കെ അവൻ ഒപ്പിയെടുക്കുന്നുണ്ട്. മുമ്പിലും ഉണ്ട് വീഡിയോ. ഇക്കണ്ട വീഡിയോസ് ഒക്കെ പുറത്ത് വരില്ലേ? എൻ്റെ പുരക്കാർ കാണൂലേ? എൻ്റെ അമ്മായിമ്മ വിചാരിച്ചൂലേ, അല്ലാ ഓൾ ഈ സ്റ്റേജമ്മ പറയണതൊക്കെ പുരയിലുണ്ടായെങ്കിൽ എന്ന് വിചാരിച്ചൂലേ? അപ്പം ഇല്ലാത്തത് പറയോ? ഇന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ടല്ല ഇങ്ങോട്ട് പോന്നേ. ഹൈ, കണ്ണാടി നോക്കിയിട്ടില്ലേ? അല്ലാ മറന്നോ? കണ്ണാടി നോക്കിയില്ല എല്ലാവരും? ഞാൻ നോക്കി. കാരണം ഈ മഫ്തിക്ക് നല്ല രീതിയിലാണോ എന്നൊക്കെ അറിയണ്ടേ അല്ലേ? ഇതിൻ്റെ ഷേപ്പൊക്കെ അടിപൊളിയാണ്, പിന്നൊക്കെ കറക്റ്റ് സ്ഥലത്ത് തന്നെയല്ലേ കുത്തിയതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണാടി നോക്കും. ഇക്കൂടി എല്ലാവരും കണ്ണാടി നോക്കിയിട്ടുണ്ടാവും. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മൊഞ്ചാണോ എന്നൊക്കെ കണ്ണാടി നോക്കി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ഭംഗിയിലാക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസൊക്കെ ഒന്ന് അല്ലേ ഒരു വൃത്തി മെനയിലൊക്കെ ഒരാളുടെ മുമ്പിൽ പോവുകയാണല്ലോ, കുറച്ച് ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് ഏറ്റവും മനോഹരമാക്കിയിട്ട് പോവാൻ നമ്മൾ ഒരുങ്ങി. ചില ആളുകൾ കണ്ണൊക്കെ എഴുതി, മുഖത്ത് കുറച്ച് പൗഡറൊക്കെ അല്ലേ അതൊക്കെ ഇട്ട്. കുട്ടികളൊക്കെ ഇതിലുണ്ട്. ഈ കൂട്ടത്തിൽ ഉമ്മമാർ മാത്രമേ ഉള്ളൂ? ടീനേജ് കുട്ടികളുണ്ടോ? പൊന്നാറിൻ്റെ കുട്ടികൾ. നിങ്ങൾ തേക്കുന്ന സാധനങ്ങളെ പേരൊന്നും എനിക്കറിയില്ല. കുറച്ച് പേരറിയാം. ഹൈലൈറ്റർ, പിന്നെന്താ എന്ത് എന്ത് സൺസ്ക്രീന്. ഓ അല്ല, സൺസ്ക്രീന്, പിന്നെ ഹൈലൈറ്റർ ഞാൻ എപ്പോഴെപ്പോഴും കേൾക്കണ സാധനം. സൺസ്ക്രീൻ ക്രീം, പിന്നെന്താ ലിപ്സ്റ്റിക്. അല്ല, പ്രധാനപ്പെട്ട സാധനത്തിന് മറന്നില്ല. ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പരിപാടി ഉണ്ടോ ഇല്ലേ? പണ്ട് ഞാനും നിങ്ങളൊക്കെ സ്കൂളിൽ പോയപ്പം ബാഗിൽ എന്തൊക്കെയാ ഉണ്ടായിന്? എസെൻഷ്യലായിട്ട് നമ്മൾ ബാഗിൽ വെക്കുന്ന സാധനം എന്തൊക്കെയാ? പണ്ടോ നാട്ടുകാർ കുഴപ്പമില്ലട്ടാ, കോട്ടക്കൽക്കാരും നിങ്ങൾ അടിപൊളിയാ. നമ്മൾ നിലമ്പൂരാരും ഇടവണ്ണക്കാരും അന്ന് പൗഡറൊന്നും വെക്കലില്ല. ഇനി ഞാൻ വെക്കണ സാധനങ്ങൾ പറഞ്ഞുതരാം. ബുക്കും പേനയും, പിന്നെ ഉമ്മാനും പാപ്പാനും പേടിയുള്ളതുകൊണ്ട് ടീച്ചർ, എൻ്റെ അമ്മേനെ എനിക്ക് ക്ലാസ് ടീച്ചറേ, അപ്പം ഉമ്മ എന്നെ മാത്രം ഭയങ്കരമായിട്ട് നുള്ളൂ. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ബുക്കും പേനയും കറക്റ്റ് ടൈം ടേബിൾ നോക്കിയിട്ടുണ്ടാവും. പിന്നെ ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൻ്റെ ഉള്ളിൽ പേന, പെൻസില്, പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ബോക്സ്, അതുപോലെ എറൈസർ അല്ലേ, മൈക്ക റബ്ബർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ചോറ്റും പാത്രം അല്ല മറക്കരുത്. ഭക്ഷണം കഴിഞ്ഞിട്ടല്ലേ വേറെ ഒന്നും ഉള്ളൂ, ചോറ്റും പാത്രം ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ കുട്ടികളെ പോരയിലുള്ള ബാഗ് എടുത്ത് നോക്കി അതിൽ ആദ്യം എന്താ ഉണ്ടാവുക? അത് എത്ര ഷെയ്ഡ് ജന്നെ പറഞ്ഞോ? എത്ര ഷെയ്ഡ് ഉണ്ടാവും? ഞാൻ കൊണ്ടുപോലില്ല, ഞാൻ പോരേന്ന് തന്നെ ഇട്ട് പോകലാന്ന്. എത്ര ഷെയ്ഡ് ഉണ്ടാവും? ഒരു ഷെയ്ഡ് മതിയോ? ഒരു ഷെയ്ഡ് മതിയോ? മാത്സിൻ്റെ പീരീഡ് ഉണ്ട ഷെയ്ഡാ, കെമിസ്ട്രിൻ്റെ പീരീഡ് ഇടുക. കെമിസ്ട്രിൻ്റെ പീരീഡ് ആകുമ്പോൾ ഷെയ്ഡ് മാറ്റണ്ടേ? അപ്പോൾ 2, 3, 4 ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്, പിന്നെ ഒരു പോക്കറ്റ് കുഞ്ഞു കണ്ണാടി ഉണ്ടല്ലോ ഇങ്ങനെ തുറക്കണേ. നോള് ഒക്കെ ഇന്ന് തന്നെ വാങ്ങിക്കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അവളമ്മാൻ്റെ കാര്യം ഇങ്ങനെ തുറക്കണ കുഞ്ഞു കണ്ണാടി ഉണ്ടാവും, അതും ഉണ്ടാവും. ഇത് എസെൻഷ്യലാണ്, നിർബന്ധ. പിന്നെ ഇങ്ങനെ തൊട്ട് ഇതാക്കാനൊക്കെ ഉള്ള ഈ പറഞ്ഞ ഹൈലൈറ്ററോ അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ടേ എന്തുള്ളൂ? പുസ്തകവും പെൻസിലും അതൊന്നും നിർബന്ധമല്ല. ഇത് നിർബന്ധമാണെന്ന് മാത്രമല്ല, ഫിസിക്സിൻ്റെ പീരീഡ് കഴിഞ്ഞാൽ കെമിസ്ട്രിൻ്റെ ടീച്ചർ വരുമ്പോഴത്തേനും ഒന്ന് പാച്ചപ്പ് ചെയ്യണം. അപ്പത്തിന് വേഗം ബാഗ് തുറന്നുകാണ്ട് ഒന്നും കൂടെ ഒന്ന് ഇടണം. പോയാൽ പിന്നെ മനുഷ്യന്മാർ മുഖത്ത് നോക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നമ്മളിതൊക്കെ നർമ്മം ചാലിച്ച് പറയുമ്പോഴേ നമ്മൾ ആലോചിക്കേണ്ട എന്താണെന്നറിയോ? സന്ദർഭോചിതമായിട്ട് ഈ വിഷയം ഞാൻ മെൻഷൻ ചെയ്തപ്പം പറയുകയാണേ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മക്കളും, ആ മക്കളെ വളർത്തുന്ന ഞാനടക്കമുള്ള ഉമ്മമാരൊക്കെ ചിന്തിക്കേണ്ടത്, ഈ കെമിക്കൽ കോസ്മെറ്റിക് പ്രോഡക്ട്സിന് നമ്മുടെ കോൺഫിഡൻസിനെ ഡിഫൈൻ ചെയ്യാനുള്ള അവകാശം നമ്മൾ കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ലിപ്സ്റ്റിക്കിൻ്റെ കമ്പനി നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഏത് മുതലാളി ഉണ്ടെങ്കിലും പറയാണ്ട് വയ്യ. പുറത്തിറങ്ങുമ്പോൾ ഈ ലെഡും നിക്കോട്ടിൻ പോലെയുള്ള പിന്നെ കെമിക്കൽ കണ്ടൻസ് ഉള്ള ലെഡൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സിലുള്ളത്. ഈ ലെഡൊക്കെ എന്താ ചെയ്യുകയെന്നറിയ നിങ്ങൾ? നമ്മളെ കിഡ്നി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അവയവമാണ്.
ഈ ശരീരത്തിലുള്ള 5-5.5 ലിറ്റർ വരുന്ന രക്തമൊക്കെ ശുദ്ധീകരിക്കുക ഈ കിഡ്നിയാണ്. ചുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ നേരിയ ഒരു അവയവ. അവിടെ തേക്കണ എന്തും പെട്ടെന്ന് സ്കിൻ അബ്സോർബ് ചെയ്യും. പെട്ടെന്ന് തന്നെ ത്വക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് നമ്മുടെ സ്കിന്ന്. ഈ ത്വക്ക് എന്ത് ചെയ്യും? വേഗം അതിനെ അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്ത് ആഗിരണം ചെയ്ത് എത്തുന്നത് എവിടെയെന്നറിയോ? ബ്ലഡിലാണ്. ഈ ബ്ലഡ് നേരെ പോയി ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി പമ്പ് ചെയ്ത് ഇങ്ങനെ പോയി എത്തുന്നത് കിഡ്നിയിൽ. ഈ കിഡ്നി ഇത് ഫിൽട്ടർ ചെയ്യുക. ലെഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. ഈ ലെഡിന് എന്ത് ചെയ്യണം? കിഡ്നി ഫിൽട്ടർ ചെയ്യണം. കിഡ്നി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശുദ്ധീകരണം നടക്കുന്നത് ലിവറിനാണ്. ഈ ലിവറിൻ്റെ പരിപാടി എന്താ? നമ്മളെ രക്തത്തിൽ എന്തൊക്കെ വിഷപദാർത്ഥങ്ങളാണോ ഉള്ളത് അതിനൊക്കെ ശുദ്ധിയാക്കണം. അതിനൊക്കെ ഫിൽട്ടർ ചെയ്ത് അതിനൊക്കെ ശുദ്ധിയാക്കാനുള്ള പരിപാടി ചെയ്യണത് മൂപ്പരാ. ഇവർ രണ്ടാൾ ഈ പരിപാടി ചെയ്തിട്ട് കുഴങ്ങും. അവസാനം എന്ത് ചെയ്യും? ഞാൻ പണി നിർത്തി, ഞങ്ങൾ പുറത്തുനിന്ന് ചെയ്തോളിന്ന് അറിയും. അപ്പം എന്ത് ചെയ്യും? ഡയാലിസിസ് സെൻ്റർക്ക് കൊണ്ടുപോകും അല്ലേ? ഞാൻ പരിപാടി നിർത്തി എന്ന് ആര് പറയും? ലിവറും പറയും. അപ്പം നമ്മൾ തപ്പി നടക്കും, ആരെങ്കിലും ലിവർ കിട്ടാണ്ടോന്ന്. കഷ്ണം മുറിച്ച് കളഞ്ഞ് കൊടുക്കാനുള്ള ആളെ ലിവർ മുന്നൊരു കഷ്ണം എടുത്തുകൊണ്ട് ഫിറ്റ് ചെയ്യും അല്ലേ? ചെറിയ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് ഉണ്ടാക്കുന്നത്, ചെറിയ പ്രയാസമല്ല അത് കാരണം ഉണ്ടാകുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളെ കുറ്റം പറയാൻ പറ്റൂല, കുട്ടികളെ മാത്രം കുറ്റം പറയാൻ പറ്റൂല. 1.5 വയസ്സായ കുട്ടീനെ ഒക്കെ തെച്ച് പോകുമ്പോൾ ആ കുട്ടിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണത് ആരാ? എന്തൊക്കെ പറയാനൊരു മടി? പറഞ്ഞോളിൻ്റെ ആരാ? നമ്മളെന്നെ ഇല്ലേ? നമ്മൾ ഉമ്മാരാ ഇട്ട് കൊടുക്കണേ. 1.5 വയസ്സായ കുട്ടിക്ക് അറിയില്ല ഉമ്മ എൻ്റെ കുഞ്ഞു ചുണ്ടുമ്മ, എൻ്റെ കിഡ്നി ഉമ്മ, എൻ്റെ ലിവർ ഉമ്മ എന്ന് പറയണ പൈതലിന് അറിയില്ല. അതിനറിയില്ല. ഈ കുഞ്ഞു പൈതനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ കല്യാണത്തിന് കൊണ്ടുപോയി. ഈ കുട്ടിയല്ലേ വളർന്ന് വലുതാവണേ, ഈ കുട്ടിയല്ലേ വലുതായി വരണേ. പ്രിയപ്പെട്ടവർ, നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ലിപ്സ്റ്റിക്കിന് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങൂല എന്ന ചിന്ത നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. അത്രയും ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ. വിഷമാണ്. നമ്മുടെ പുതിയ സർക്കാർ നിയമം കൊണ്ടുവന്നില്ലേ ഉപയോഗിക്കാൻ പാടില്ലാന്ന്? ഇല്ലേ കുഞ്ഞേ? ഇല്ലേ? സ്കൂളിൽ ഇപ്പോൾ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. കണ്ണാടി വെച്ച് വാങ്ങി തരണ്ടേ? സ്കൂൾക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതെ, വെരി ഗുഡ്. ഒന്ന് കൈ അടിച്ചാണേ ആ താത്താക്ക് വേണ്ടി. ഇതുവരെ ആ സാധനം എൻ്റെ പേരേക്ക് ഞാൻ കയറ്റിയിട്ടെന്നല്ല. അതാണ് ഉമ്മ, ചങ്കൂറ്റുള്ള. അതെ, 14 വയസ്സായി. ഹാറ്റ്സ് ഓഫ് യു. 14 വയസ്സായ പെൺകുട്ടിയുള്ള ഒരു ഉമ്മ ആ വീട്ടിലെ ലിപ്സ്റ്റിക് ഉമ്മ കയറ്റിയിട്ടെന്നല്ലാന്ന്. ആ അമ്മാൻ്റെ ഉമ്മാൻ്റെ നിയമങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. കുട്ടികളനുസരിക്കണ്ടേ ഇല്ലേ? നിയമങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. വാശി കാണിച്ചങ്ങോട്ട് വാങ്ങിപ്പിക്കല്ലേ, പിന്നെ നിവൃത്തിയില്ലല്ലോ. നമുക്കാണെങ്കിൽ പേടി. 1-2 എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ളതും അറിയില്ല. പേടിച്ച് വരച്ചിട്ട് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കോന്ന് പറയും നമ്മൾ. അപ്പോൾ ആ മോക്കും കയ്യടി കൊടുക്കണം. ഉമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാനുള്ള മോളുടെ മനസ്സുണ്ടല്ലോ, ചെറുതല്ല. ഉമ്മ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഉമ്മ എന്നെക്കാളും ജീവിതം കണ്ട ആളാണ്. ഉമ്മ പറയുന്ന കാര്യം അത് അംഗീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കി ആ മോളും ഉമ്മയും അവരെ പോലെയുള്ള മക്കളും ഉമ്മമാരും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായി വരട്ടെ. അതാണ് നമ്മുടെ ആഗ്രഹം ഇല്ലേ? അപ്പം നമ്മൾ എവിടുന്നേ ഇപ്പോൾ ഇവിടെ എത്തി? കണ്ണാടിയില്ലേ? നമ്മളൊക്കെ കണ്ണാടി നോക്കിയല്ലോ. അപ്പോൾ ഈ കുട്ടികൾ ഇടുന്ന സാധനങ്ങളൊന്നും ഇടാതെ നമ്മളൊരു കുട്ടിക്കൂറൻ്റെ പൗഡറോ പിന്നെ പോൺസോ ഏതെങ്കിലും ഒരു പൗഡർ കുറച്ചെടുത്ത് കണ്ടൊന്ന് തേക്കൂ അല്ലേ? എന്താ പറയുക, നമുക്കിനെ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് സുന്ദരി പെണ്ണുങ്ങളായി സുന്ദരി കുട്ടികളായിട്ട് ഇന്ന് ഇറങ്ങുന്നതിൻ്റെ മുമ്പേ ഇതേ കണ്ണാടിയിൽ മുഖവും വസ്ത്രവും നോക്കണ കൂട്ടത്തിൽ മനസ്സ് നോക്കി എത്ര ആൾക്കാരുണ്ട്? നേരത്തെ പടച്ചോനെ കാണാൻ കാട്ടിയ ആവേശമൊന്നും ഇല്ലല്ലോ. വെറുതെ കാണൂല. ഈ മനസ്സും കൂടെ നോക്കിയാലേ പടച്ചോനെ കാണുള്ളൂ എന്ന് തൊന്തരവായില്ലേ? കുടുങ്ങിയോ? പടച്ചോനെ വെറുതെ കാണൂല. എണ്ണയാളെ മൊഞ്ചാക്കി നടന്നിട്ട് ഒരു കാര്യമില്ല. വലിയ പത്രാസൊക്കെ ഉണ്ടോക്ക്, വലിയ സ്ഥാനമാനമൊക്കെ ഉണ്ട്, പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടല്ലോ. ഓനല്ല ഭൂമിയിൽ ഏറ്റവും മികച്ചവൻ. ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ നമ്മൾ കാണാത്തൊന്നുണ്ട് മനസ്സില്ലേ? ഇന്ന് നമ്മൾ അറിയാൻ പോണ മനസ്സില്ലേ? ആ മനസ്സ് ഏറ്റവും നല്ലതാരതാണോ ഓളാണ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി, ഓനാണ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി. ആ മനസ്സിന് ഇന്ന് കണ്ണാടി നോക്കാത്തോലൊക്കെ പോയിട്ടൊന്ന് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഒന്ന് നോക്കുക ഇല്ലേ? എല്ലാവരും മനസ്സിൽ ഉറങ്ങിയോ?
ആ അല്ല, എല്ലാവരും കണ്ണാടിയുടെ മുമ്പിലാണ് നിൽക്കുന്നേ കേട്ടോ. എല്ലാവരും കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ നോക്കി ഇതാ ഇന്നെ കാണുകയാണ്. കണ്ടോ ഇന്നെ? നിങ്ങൾ ഇന്നെ കാണണ്ട, ഞാൻ ഇന്നെ കണ്ടോളൂ, നിങ്ങളൊക്കെ നിങ്ങളെ കണ്ടാൽ മതി. എല്ലാവരും ആ ഇജെങ്ങനെ ഉണ്ടെന്ന് നോക്കി നിൽക്കുക അല്ലേ? എൻ്റെ മനസ്സൊന്ന് ആദ്യം നോക്കട്ടെ എന്ന്. ആ ചോദ്യം എനിക്ക് ഉത്തരമൊന്നുമല്ല. ഏത് പരിപാടിക്ക് പോയാലേ പൊരേന്ന് പരിപാടിക്ക് പോകില്ല നമ്മൾ. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്കൊരു മൂത്തച്ചി ഒരു ഇളച്ചിയുള്ളത്. ഏത് പ്രോഗ്രാമിന് പോയാലും ആൾക്കാർ കൂടെയുള്ള മനുഷ്യന്മാരെയൊക്കെ കണ്ട് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയാൽ എൻ്റെ മൂത്തച്ഛനോട് ഓല് ചോദിക്കൂത്രേ, ഓള് സ്റ്റേജമ്മ പറയണ പോലെ തന്നെയാണോ? കേട്ടോ കേട്ടങ്ങള് കേട്ടോ? ബാക്കിലുള്ളവർ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓളെ സ്റ്റേജമ്മ പറയണ പോലെ തന്നെയാണോന്ന് ഇപ്പൊ കേട്ടില്ലേ? ആ ഇളച്ചി പറയാ ഓളോടും ചോദിക്കുമല്ലോ. ഇളച്ചിനോടും എല്ലാവരും ചോദിക്കുന്നത് ഓള് സ്റ്റേജമ്മ പറയണ പോലെ തന്നെയാണോന്ന്. പ്രിയപ്പെട്ടവരെ, ഇക്കണ്ട് ഇവൻ കുറേ നേരമായി വീഡിയോ കൊണ്ട് നടക്കണ് ഇല്ലേ? പറയണതൊക്കെ അവൻ ഒപ്പിയെടുക്കുന്നുണ്ട്. മുമ്പിലും ഉണ്ട് വീഡിയോ. ഇക്കണ്ട വീഡിയോസ് ഒക്കെ പുറത്ത് വരില്ലേ? എൻ്റെ പുരക്കാർ കാണൂലേ? എൻ്റെ അമ്മായിമ്മ വിചാരിച്ചൂലേ, അല്ലാ ഓൾ ഈ സ്റ്റേജമ്മ പറയണതൊക്കെ പോരേലുണ്ടായെങ്കിൽ എന്ന് വിചാരിച്ചൂലേ? അപ്പം ഇല്ലാത്തത് പറയോ? ഇല്ല അല്ലേ? നമ്മൾ ഉള്ളതേ പറയുള്ളൂ. അപ്പം എൻ്റെ മൂത്തച്ചി ഇളച്ചി പറയണ പോലെ എല്ലാവരും ഇന്ന കണ്ണാടി നോക്കണ്ട, അവനാനെ നോക്കിയാൽ മതി. പറയണതൊക്കെ എന്നോടും കൂടിയാ. ഓക്കെ, അപ്പോൾ കണ്ണാടിയിൽ എല്ലാവരും കണ്ടോ? മുഖമൊക്കെ മൊഞ്ചല്ലേ അല്ലേ? ഇങ്ങളെ മുഖം ചോദിക്കണതേ. മുഖമൊക്കെ എൻ്റെ മുഖം മൊഞ്ചല്ലേ ചോദിച്ചപ്പം എല്ലാവർക്കും മൂളാനൊരു മടി. മൊഞ്ചല്ലേ? അവനാൻ്റെ കണ്ണാടിയിലാണ് നോക്കണത്. മൊഞ്ചുള്ള മുഖമാണ്. ആ മുഖത്തിൻ്റെ പിറകിലുള്ള ആ മനസ്സിലേക്ക് നമ്മളൊന്ന് പോവാട്ടോ. മുഖത്ത് ചളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഫേസ് വാഷും സോപ്പൊക്കെ ഇട്ടുകൊണ്ട് കഴുകി വൃത്തിയാക്കി നല്ലോണം തുടച്ച് ഈ പറഞ്ഞ പോലെ പൗഡറൊക്കെ ഇട്ട് മൊഞ്ചാക്കി. മനസ്സിനുള്ളിലുള്ള അഴുക്കെന്താ? കോപം, ദേഷ്യം, പക, കുറുമ്പ്, കുശുമ്പ്, കുയിന്ത്, ഞങ്ങൾ നിലമ്പൂർ ഭാഷ പറഞ്ഞ കുയിന്ത്, അസൂയ. എന്താ ഇപ്പം പറഞ്ഞുതരാം. അസൂയ എല്ലാത്തിനും പറ്റി പറയും. അസൂയ, പിന്നെന്താ? വിദ്വേഷം, പ്രതികാര ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ പോയി കുറേ ഉണ്ട്. ഇതൊക്കെയാണ് എന്ത്? മനസ്സിൻ്റെ അഴുക്കുകളില്ലേ? കണ്ണാടി നോക്കിയപ്പോൾ വല്ലതും കിട്ടിയോ? ഹൈ നാട്ടുകാരെ, വല്ലതും കിട്ടിയോ? ഇല്ലേ? ഒരാളോടും ദേഷ്യമില്ല. അങ്ങനെയൊക്കെ ഇപ്പോൾ ചോദിച്ചാൽ അപ്പം എങ്ങനെയാ പറയുക? എല്ലാവരും മുമ്പ് നിന്നിട്ട് ചോദിച്ചാൽ ഉത്തരം പറയല. സ്വകാര്യമായിട്ട് ക്ലിനിക്കിക്ക് വരാം അല്ലേ? അവിടെയല്ലേ നമുക്കൊക്കെ കിട്ടുള്ളൂ. ക്ലിനിക്കിൻ്റെ ഉള്ളിൽ കയറി കസേരയിലിരുന്ന് ഡോറങ്ങട്ട് അടക്കൽ അങ്ങോട്ട് തുടങ്ങും. പൊന്നാരെൻ്റെ ഡോക്ടറെ, 28 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ആരാ പറഞ്ഞറിയോ? ഇന്നലെ വന്ന കേസാ. പിന്നെ ഞാൻ അനുഭവങ്ങൾ പറയും. ഈ അനുഭവങ്ങളെല്ലാം അവരുടെ സമ്മതത്തോടെയാണ് ഞാൻ പറയണത്. കേൾക്കണ്ടല്ലോ? ഈ അനുഭവങ്ങളെല്ലാം അവരുടെ സമ്മതത്തോടെയാണ് നിങ്ങളെ മുമ്പിൽ പറയുന്നത്. ചില ആൾ, ഞാൻ റെലവൻ്റായ കേസുകൾ അവരോട് ചോദിക്കും. ഇങ്ങനൊരു സദസ്സ് കാണുമ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ വേറെ ആർക്കും വരാതിരിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ എന്ന്. അവരതേന്ന് പറയണത് മാത്രമേ ഇവർ പറയുള്ളൂ. ചിലരിങ്ങനെ തന്നെ പറയും, ഡോക്ടറെ നിങ്ങളെ ക്ലാസ്സിൽ പറയരുത് കേട്ടോ എന്ന്. അങ്ങനത്തത് പറയൂല. ചില ആളുകൾ ഇങ്ങോട്ട് പറയും, നിങ്ങൾ പ്രത്യേകം ഇത് പറയണം കേട്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാ പ്രത്യേകം പറയിപ്പിക്കണത്? എന്തിനാ? രാവിലെ അടുക്കളയിൽ കയറി ഉടനെ മരുവോൾ കയറി പ്ലേ ചെയ്യും, ഡോക്ടറെ പുതിയ ക്ലാസ്. അമ്മായിമ്മ ഉണ്ടാവേ, ഈ അമ്മായിമ്മ ഉണ്ടാവും. അത് സാന്ദർഭോചിതമായിട്ടൊരു അനുഭവം പറയുകയാണേ. ഒരു നാട്ടിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് ഒരു മരുമോള് വന്ന്, ഈ നിങ്ങൾ ഉറങ്ങിയോ? ഈ പറഞ്ഞ സന്ദർഭം പറയാൻ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഞാൻ മറന്നു നോക്കി. 28 കൊല്ലമായത്. ചിലപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആദ്യം മറക്കുവേ. ഓർമ്മിപ്പിക്കൂലേ? ഓക്കെ, അങ്ങനെ ഈ മരുമോള് വന്ന് ഈ മരുമോൾ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ്. സംഗതി എന്താ വെച്ചാൽ, ഓളെ മുകളിൽ 2 മരുക്കളുണ്ടായിരുന്നു, 2 മൂത്തച്ചിയാൾ. ഈ മൂത്തച്ചിയാളൊക്കെ ഉമ്മാൻ്റെ ചില സ്വഭാവ പ്രശ്നങ്ങൾ കൊണ്ട് വേഗം വേറെ വീട് വെച്ചും വാടകക്കൊക്കെ പോയോരാ. ഈ മരുമോള് കഷ്ടകാലത്തിന് ഇതാണ് ചെറിയ മോൻ്റെ ഭാര്യ. ഓക്ക് പോരേ നിൽക്കല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ. പിന്നെ ഈ ഉമ്മയും വാപ്പയും തന്നെയല്ലേ ഓളെ പുതിയാപ്പിളൻ്റെ സ്വർഗം. ഈ ഓരോ കാലിൻ്റെ അടിയിൽ തന്നെയല്ലേ സ്വർഗം ഉള്ളത്. ഓൾ അവിടെ നിൽക്കുകയാണ്. ഓക്ക് പരാതിയില്ല. പക്ഷെ മനസ്സിൻ്റെ ഇടങ്ങേറോണ്ട് മനസ്സിങ്ങനെ വിങ്ങി പൊട്ടുമ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഓടി വരും. എന്നിട്ടൊന്ന് വർത്താനൊക്കെ പറഞ്ഞ് സംസാരിച്ചൊന്ന് കൂളായിട്ട് പോകും. അങ്ങനെ നിവൃത്തിയില്ലാണ്ട് ആദ്യമായിട്ട് ഓളിൻ്റെ അടുത്തേക്ക് വരിക. അന്ന് സംസാരിച്ച് കുറേ നേരമൊക്കെ സംസാരിച്ചൊക്കെ സമാധാനമായി ഓള് വീട്ടിലേക്ക് പോയി കഴിഞ്ഞ്
രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ വരാൻ പറഞ്ഞതായിരുന്നു. 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെയും വരണേ. ഞാൻ ചോദിച്ചു ഇതെന്തേ വൈകിപ്പോയി, 1.5 മാസം കഴിഞ്ഞില്ലേ വരാൻ? അപ്പോൾ എൻ്റെ അടുത്ത് അറിയാം, അതിന് ഡോക്ടർ ഇപ്പം എനിക്ക് വരേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതെന്തേന്ന് ചോദിച്ചു. അപ്പോൾ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഓള് പെരേക്ക് പോയി അന്നേ അമ്മായിമ്മ ചോദിച്ചല്ലോ എങ്ങട്ടേ പോയിനേന്ന്. അപ്പോൾ പറയാണ്ടാണ് അങ്ങാടി പോയി വരാം, ഡോക്ടറെ കണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതത്തെ ഡോക്ടറാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി വരാമെന്ന് പറഞ്ഞ് തിരിച്ചെത്തി. ഉമ്മ ചോദിച്ചു ഇത്രേ, ഏത് ഡോക്ടറെ അടുത്തേക്ക് എന്തിനാ ഈ പോയത്? അത് ഉമ്മ കൗൺസിലിങ്ങിന് പോയത്, ആ ഡോക്ടർ ഫർഹാൻ ഔഷാദില്ല യൂട്യൂബിലൊക്കെ കാണാം, ആ ഡോക്ടറെ അടുത്തേക്കാണ് പോയത് എന്ന്. ഉമ്മ തമ്പുരാനേ എന്ന് തലയിലൊരു കൈ വെച്ചല്ലോ. പിറ്റേന്ന് മുതൽ ഇത്ര ഡീസൻ്റ് ഒരു ഉമ്മാനോള് കണ്ടിട്ടില്ല എന്ന്. അപ്പം ഇവളോട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഫോളോ അപ്പിന് വരാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? നേക്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അമ്മായിമാനും കൂടെ കൂട്ടി ഒന്ന് വരുമോ എന്ന് ചോദിക്കാനാ. അമ്മായിമാനെ കൂട്ടിക്കൊണ്ടിരുന്ന അവസ്ഥ വന്നില്ല. അപ്പം അമ്മായിമാൻ്റെ പേടി എന്താ? അപ്പം തന്നെ അമ്മായിമ്മ പറഞ്ഞു തൃമ്മേ ആ പെൺകുട്ടി ഇതൊക്കെ വീഡിയോയിൽ പറയല്ലോ എന്ന്. അപ്പം ഈ അമ്മായിമാനെ പറ്റി വീഡിയോയിൽ പറയുമോയെന്ന് പഠിച്ചിട്ട് അമ്മായിമ്മ അങ്ങോട്ട് മാറി. ഇത്ര പണിയല്ലേ ഉള്ളൂ, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ 28 കൊല്ലം മനസ്സ് ശുദ്ധമാണോ എന്നുള്ള കണ്ണാടിൻ്റെ മുമ്പിൽ തന്നെയല്ലേ എല്ലാവരും ആണല്ലോ പോരട്ടെ. അപ്പം ഈ കണ്ണാടീൻ്റെ മുമ്പിൽ നിന്നപ്പോൾ നമ്മളെ നാട്ടുകാർക്കും ഇങ്ങൾക്കും ഒന്നും ഒരു കുഴപ്പമില്ല നമുക്കറിയാം.